ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. കർക്കിടക മാസത്തിലെ തണുപ്പും മഴയും കൂടുമ്പോൾ നമ്മളിൽ പലരെയും അലട്ടുന്ന ഒന്നാണ് സന്ധിവേദനയും ശരീരവേദനയും. ഈ വേദനകൾക്ക് ആശ്വാസം നൽകാനും ശരീരത്തിൽ നല്ല പ്രതിരോധ ശേഷി നൽകാനും സഹായിക്കുന്ന ഉലുവ കൊണ്ടുള്ള ഒരു പ്രത്യേക പാനീയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ട് ഉലുവ വേണം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഉലുവയാണ് ഇതിലോട്ട് ചേർത്തി കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഒരു 8 മണിക്കൂറിലും നിങ്ങൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുക്കണേ. ഇനി നമുക്ക് ആ ഉലുവയിലുള്ള വെള്ളം കൂടി കുക്കറിലോട്ട് ഒഴിച്ചെടുത്തതിന് ശേഷം 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും ചേർത്തി കൊടുക്കാം. ഒരു 4 വിസിലടിക്കുന്നത് വരെ നമുക്കിങ്ങനെ വെയിറ്റ് ആക്കാം കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ട് ഉലുവ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് 2 ശർക്കരയുടെ അച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മധുരം നിങ്ങൾക്ക് അനുസരിച്ചിട്ട് കൂടുതലും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലോട്ട് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ശർക്കരപ്പാനി അവിടെ റെഡിയായി വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ഉലുവ നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ചേർത്തി കൊടുക്കാം. അതിൽ വെള്ളവും ഒഴിച്ചെടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇതാ കണ്ടോ, നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. ബൗൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുപ്പിൽ വെക്കാൻ പറ്റുന്ന പാത്രത്തിലേക്ക് ഒഴിക്കുന്നതാണ് കേട്ടോ ഒന്നും കൂടി ബെറ്റർ. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ അരച്ചെടുത്ത ഉലുവ നമുക്ക് ഇതിലോട്ട് ചേർത്തി കൊടുക്കാം. ഇനി വേണ്ടത് ഇതിലോട്ട് നമുക്കൊരു ചെറിയൊരു തേങ്ങേൻ്റെ 1-ാം പാലും 2-ാം പാലും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ തേങ്ങയൊക്കെ ചെറുകി അതിൻ്റെ പാലൊക്കെ ഇതാ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെ 2-ാം പാല് നമുക്ക് ഈ ഉലുവയിലോട്ട് ചേർത്തി കൊടുക്കാം. നന്നായിട്ട് തന്നെ നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് റെഡിയായി കിട്ടണം. അതുവരെ നന്നായിട്ട് തന്നെ നമുക്ക് ഒരു തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇനി കട്ടകളൊന്നും നമുക്ക് ഉടഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് ചേർത്തി കൊടുത്തിട്ട് ഒന്നട് ക്രഷാക്കിയാൽ മതി കേട്ടോ. കൂടുതൽ നേരം വേണ്ട. അപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ നല്ല കട്ടകളില്ലാതെ റെഡിയാക്കി കിട്ടും. ഇനി ഇതിലോട്ട് മധുരത്തിന് കേട്ടോ നമ്മുടെ ശർക്കരപ്പാനി ഉണ്ടല്ലോ അത് നന്നായി അരിച്ചെടുത്തിട്ട് ചൂടാറിന് ശേഷമാണ് കേട്ടോ, ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഇതിലോട്ട് ചേർത്തി കൊടുക്കുന്നത്. അതും ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിൽ നമ്മൾ മധുരത്തിന് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം. അപ്പോൾ ഉലുവയുടെ കയ്പ്പ് പിടിച്ച് ആരും ഇത് ട്രൈ ചെയ്യാതിരിക്കേണ്ട കേട്ടോ. തേങ്ങാപ്പാലും ശർക്കരയും ചേരുന്നത് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. കയ്പ്പ് ഒട്ടും അറിയില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. കൂടുതൽ നേരം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂട് തട്ടിയാൽ മതിയേ. അപ്പോൾ അതുവരേക്കും നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും മിക്സാക്കി എടുക്കാം. ഇനി ഫ്ലെയിം നമുക്ക് ഓഫാക്കാം കേട്ടോ. ഇത് തയ്യാറാക്കിയ ഉടനെ തന്നെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കുന്നതിനേക്കാൾ ഈ സമയത്ത് ചെറു ചൂടോടെ കുടിക്കുന്നതാണ് ആരോഗ്യത്തിന് കൂടുതൽ ഗുണകരം. രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ വൈകുന്നേരം ചായക്ക് പകരമായോ ഈ ഹെൽത്തി ഡ്രിങ്ക് നമുക്ക് ഉപയോഗിക്കാം. മധുരം കുറവാണെന്ന് തോന്നുന്നവർക്ക് കുറച്ചും കൂടി ശർക്കര ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടുന്നതും രുചി വർദ്ധിക്കാൻ സഹായിക്കും. അധികം ചേരുവകളൊന്നുമില്ലാതെ വളരെ കുറഞ്ഞ സമയം കൊണ്ടല്ലേ നമ്മളിത് തയ്യാറാക്കിയത്. അതുകൊണ്ട് തിരക്കുള്ളവർക്കും രാവിലെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കാവുന്നതേയുള്ളൂ. കർക്കിടക മാസത്തിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉലുവ ചേർത്ത ഈ പാനീയം വളരെയധികം സഹായിക്കും. മുതിർന്നവർക്ക് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്കും ഇത് നൽകുന്നത് ശീലമാക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പികളും നല്ല ആരോഗ്യപ്രദമായ വീഡിയോകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ടും ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിന്ന് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാ അടിപൊളി റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു.